നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കുറഞ്ഞു. പോളിംഗിലെ കുറവ് വിജയത്തെ ബാധിക്കില്ലെന്ന ആത്മവിശ്വാസത്തോടെ മുന്നണികൾ. പാലക്കാട്ടും ആലത്തൂരും കഴിഞ്ഞ തവണത്തേക്കാൾ 5-8% പോളിംഗ് കുറവ്. ഒരിടത്ത് പോലും ജയിക്കാത്ത പത്മജയാണ് താൻ തോൽക്കുമെന്ന് പറയുന്നതെന്ന് പരിഹസിച്ച് കെ മുരളീധരൻ. തൃശൂരിൽ UDF വിജയിക്കുമെന്നും BJPയുമായി ഡീൽ നടന്നിട്ടില്ലെങ്കിൽ CPM 2ാം സ്ഥാനത്തെത്തുമെന്നും മുരളീധരൻ. തോറ്റാൽ താൻ തൃശൂരിൽ കെട്ടിക്കിടക്കില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി. ഭാരതപ്പുഴയിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പുനർനിർമ്മിക്കുന്നത് ഷൊർണൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന മേൽപ്പാലം. മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി ഉരുക്കു ഗാർഡറുകൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പ്. കേരളത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കുറഞ്ഞു. സംസ്ഥാനത്ത് ആകെ രേഖപ്പെടുത്തിയത് 71.16% പോളിംഗ്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ 72.83%, ആലത്തൂരിൽ 72.85% പോളിംഗ് ശതമാനവും രേഖപ്പെടുത്തി. രണ്ടിടങ്ങളിലും കഴിഞ്ഞ തവണത്തേക്കാൾ 5-8% വോട്ടിംഗ് കുറവുണ്ട്. തൃശൂരിൽ UDF വിജയിക്കുമെന്ന് കെ മുരളീധരൻ. BJPയുമായി ഡീൽ ഇല്ലെങ്കിൽ CPM 2ാം സ്ഥാനത്ത് വരും. തോറ്റാൽ താൻ തൃശൂരിൽ കെട്ടിക്കിടക്കില്ലെന്ന് മുരളീധരൻ പറഞ്ഞു. സിനിമാ നടനെ കാണുമ്പോൾ ആളുകൾക്ക് കൗതുകം ഉണ്ടാകും, എന്നാൽ അതൊന്നും വോട്ടാകില്ല. ഒരിടത്ത് പോലും ജയിക്കാത്ത പത്മജയാണ് താൻ തോൽക്കുമെന്ന് പറയുന്നതെന്നും മുരളീധരൻ പരിഹസിച്ചു. കരുണാകരൻ ഇന്നും സൂര്യ തേജസ്സോടെ നിൽക്കുന്ന വ്യക്തിത്വമാണെന്നും അത് നോക്കി ആരും കുരച്ചിട്ട് കാര്യമില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താനുള്ള മറുപടിയായി മുരളീധരൻ പറഞ്ഞു. ഇലക്ഷൻ റിസൾട്ട് മോശമാണെങ്കിൽ സാഹചര്യങ്ങൾ പരിശോധിച്ചിട്ട് വേണ്ട ചെയ്യും. അതല്ലാതെ ഇവിടെ തന്നെ നിന്ന് ജയിക്കുന്നവർക്കൊരു തലവേദന ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം എനിക്ക് ആദ്യമില്ല. ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ജയിക്കുന്നവർക്ക് അവിടെ ചില ആൾക്കാരുണ്ടല്ലോ സ്ഥിരം അവിടെ തന്നെ കെട്ടിക്കിടന്ന് ജയിക്കുന്നവരുടെ ദോഷങ്ങൾ കണ്ടുപിടിക്കും. ഞാൻ അങ്ങനത്തെ ഒരു ശൈലി എനിക്കില്ല. പിന്നെ സ്ത്രീകളും ചെറുപ്പക്കാരൊക്കെ സിനിമാ നടനെ തൊട്ടടുത്ത് കാണുമ്പോൾ കുറച്ചൊക്കെ അടുത്ത് കൂടും, സെൽഫി എടുക്കും. സെൽഫി എടുത്ത് വോട്ട് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യും. അതുകൊണ്ട് കാണാൻ വരുന്നവരും ടാറ്റ കാണിക്കുന്നവരൊക്കെ കണക്കെടുത്തിട്ട് ഏതെങ്കിലും സ്ഥാനാർത്ഥി കേരളത്തിൽ വിജയിച്ചിട്ടുണ്ടോ? പരിഹസിക്കേണ്ടവർ പരിഹസിക്കട്ടെ. ഏതായാലും കെ കരുണാകരൻ്റെ വ്യക്തിത്വം ഇടിച്ചു താഴ്ത്താൻ ലോകത്ത് ആർക്കും കഴിയും. അദ്ദേഹം ഉദിച്ചു ഉയർന്ന ഇന്നും മരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്മരണകൾ വരെ ഉദിച്ചുയരുന്ന സ്വീകരണമില്ല. ഭാരതപ്പുഴയിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഷൊർണൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന റെയിൽവേ പാലമാണ് പുനർനിർമ്മിക്കുന്നത്. ശനിയാഴ്ച പുലർച്ചെ 4 മണി മുതലാണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. തൂണുകൾക്ക് കുഴപ്പമില്ലാത്തതിനാൽ അത് നിലനിർത്തും. റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉരുക്ക് ഗർഡറുകൾ പഴയത് മാറ്റി പുതിയത് വലിയ ക്രെയിൻ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുകയാണ്. ദിവസത്തിൽ 2-3 ഗർഡറുകളാണ് മാറ്റുന്നത്. പുനർനിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ട്രെയിൻ സമയത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തും. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പ്രവൃത്തികൾ നടക്കുന്നത്. ഭാരതപ്പുഴയിൽ ആളിയാർ ഡാം തുറന്നതിനാൽ ഏതു നിമിഷവും വെള്ളം വരാനുള്ള സാധ്യതയുമുണ്ട്. ഉരുക്കു ഗർഡറുകൾ ഉയർത്തിഘടിപ്പിക്കുന്നതിനായി വലിയ ക്രെയിൻ സംവിധാനങ്ങൾ കൊണ്ടുവന്നതിനെ തുടർന്നാണ് പുഴയ്ക്ക് കുറുകെ താൽക്കാലിക റോഡ് നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മഴയില്ലാതെ കേരളം വെന്തുരുകുമ്പോൾ മഴയ്ക്കായി പള്ളിയിൽ നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടത്തി. പത്തിരിപ്പാല മക്ക മസ്ജിദിലാണ് മഴയ്ക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും നമസ്കാരവും നടന്നത്. പ്രാർത്ഥനകൾക്ക് നജീബ് മാങ്കുറിശി നേതൃത്വം നൽകി. നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഏകയാത്രാമാർഗമായ പറളി പഞ്ചായത്തിലെ തേനൂർ പുല്ലേപ്പറമ്പ് കോളനിയിലേക്കുള്ള നടപ്പാത പൊളിക്കാനായി എത്തിയ റെയിൽവേ ഉദ്യോഗസ്ഥരെ തടഞ്ഞ പ്രദേശവാസികൾ. നടപ്പാതയിലെ കോൺക്രീറ്റ് സ്ലാബുകൾ നീക്കാനെത്തിയ ഉദ്യോഗസ്ഥർ ഒരു സ്ലാബ് പൊളിച്ചു നീക്കി മറ്റ് സ്ലാബുകൾ നീക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രവൃത്തി നിർത്തിവെച്ച് ഉദ്യോഗസ്ഥർ മടങ്ങി. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പണി പൂർത്തിയായ ഡയാലിസിസ് സെന്റർ ഇനിയും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചില്ല. ആവശ്യമായ യന്ത്രങ്ങൾ എത്താൻ വൈകുന്നതാണ് സെന്റർ തുറക്കാൻ വൈകുന്നത്. യന്ത്രങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായും ഇവ എത്തിയാൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. MLA ഫണ്ടിൽ നിന്നും 99 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയോട് ചേർന്ന് തന്നെയാണ് ഡയാലിസിസ് സെന്റർ കെട്ടിടം പണി കഴിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും സെന്റർ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. യന്ത്രങ്ങൾ എത്താത്തതാണ് ഇതിനു കാരണം. കഴിഞ്ഞ നവംബറിൽ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി സന്ദർശിച്ച വകുപ്പ് മന്ത്രി ഡിസംബറിൽ തുറക്കുമെന്നാണ് അന്ന് അറിയിച്ചിരുന്നത്. ഇപ്പോൾ 4 മാസം പിന്നിട്ടിട്ടും സെന്റർ തുറന്നില്ല. കെട്ടിടം പണി പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടതിന് ശേഷമായിരുന്നു മന്ത്രിയുടെ വരവ്. യന്ത്രങ്ങൾ എത്തിക്കാത്തതാണ് ഡയാലിസിസ് സെന്റർ തുടങ്ങാൻ കഴിയാത്തതിന് കാരണമെന്ന് നഗരസഭയും ആശുപത്രി അധികൃതരും
നഗരസഭാ അധികൃതരും അറിയിച്ചതോടെയായിരുന്നു മന്ത്രിയുടെ ഇടപെടൽ. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ച് നടപടികൾ വേഗത്തിലാക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് അറിയിച്ചാണ് മന്ത്രി അന്ന് ആശുപത്രി വിട്ടത്. മുഹമ്മദ് മുഹസിൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഡയാലിസിസ് സെന്റർ കെട്ടിടത്തിന് 99 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. കുഴൽക്കിണർ, പ്ലംബിംഗ് ജോലികൾ, മോട്ടോർ സ്ഥാപിക്കൽ, ശുചിമുറികളുടെ നിർമ്മാണം തുടങ്ങി ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും കെട്ടിടത്തിൽ ഇതിനകം ഒരുക്കിയിട്ടുണ്ട്. ഇനി യന്ത്രങ്ങൾ കൂടി എത്തിയാൽ സെന്റർ തുറക്കാനാകും. ഡയാലിസിസ് രോഗികൾ ഏറെയുള്ള പ്രദേശമാണ് പട്ടാമ്പി നഗരസഭയും പരിസര പഞ്ചായത്തുകളും. നിലവിൽ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്ന ഡയാലിസിസ് രോഗികൾ വലിയ പ്രതീക്ഷയോടെയാണ് സർക്കാർ ആശുപത്രിയിൽ ഡയാലിസിസ് സെന്ററിനെ കാത്തിരിക്കുന്നത്. അതേസമയം യന്ത്രങ്ങൾ വൈകാതെ എത്തുമെന്നും എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയതായും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. എത്തിയാൽ ഉടൻ സെന്ററിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനാവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പരാജയ ഭീതിയിലായ LDF അക്രമം അഴിച്ചുവിട്ട് സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി UDF. ചേലക്കരയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു UDF ഭാരവാഹികൾ. LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ പ്രചരണ പരിപാടിയിലെ വാഹനത്തിൽ മാരകായുധങ്ങൾ കരുതിയിരുന്നത് CCTV ക്യാമറയിൽ നിന്ന് വളരെ വ്യക്തമായി കാണുന്നുണ്ട്. സംഭവം പുറത്തു വന്നപ്പോൾ തടിയുരുവാൻ വേണ്ടി ബാലിശമായ വാദങ്ങളാണ് CPM നടത്തുന്നത്. സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ വിശദീകരണം കേട്ടാൽ തന്നെ നിഷ്പക്ഷരായ ആളുകൾക്ക് കാര്യം മനസ്സിലാകുമെന്നും UDF ഭാരവാഹികൾ പറഞ്ഞു. ഇതൊരു സാധാരണ ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുപ്പ് മഹോത്സവം നടക്കുന്ന സമയത്ത് ആർക്കെതിരെയാണ് ഇത്ര ആയുധശേഖരം ഈ CPM നേതൃത്വത്തിൽ K രാധാകൃഷ്ണൻ നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം പുറത്തു വരണം. അതിന് ഏതറ്റം വരെ പോകാനും UDF സംഘടന അതിനുവേണ്ടി ഉപയോഗിക്കും. അവസാനിക്കുന്നതാണ്. നമ്മളിപ്പോൾ വടകരയിൽ കണ്ടതില്ല. അവസാനം ജയിക്കാൻ വേണ്ടി നടത്തുന്ന ഏറ്റവും വലിയത് ഇത്രയും ആയുധശേഖരം. ആരാണ് ഇത്രയും വലിയ വടിവാളുകൊണ്ട് കഴുങ്ങു മുറിക്കാൻ പോകുന്നത്? കഴുങ്ങു മുറിക്കുന്ന തൊഴിലാളികളൊക്കെ നമുക്ക് എല്ലാവരും കാണുന്നത് തന്നെയാണ്, നമുക്ക് അറിയുന്നതന്നെയാണ്. ഇത്രയും വലിയ വടിവാളും പിന്നെ കാറ് മറിച്ചിട്ടൊക്കെ കഴുങ്ങു മുറിക്കാൻ പോയെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഒരു 2 നമ്പർ മാത്രമേ ഇതിനുള്ളൂ, ബാക്കിയുള്ളതൊക്കെ കൊടി കൊണ്ട് മറിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു രീതിയിലാണ്. പിന്നെ അതിനത് അനുഗമിക്കുന്ന ഒരു വണ്ടി കൂടിയാണ്. ആ വണ്ടി ഏതാണെന്നും അതിലെ ആളുകൾ ഏതാണെന്നും ഒക്കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അറിയില്ല എന്നാ പറയുന്നത്. അപ്പൊ ദുരൂഹതയാണ് മൊത്തത്തിൽ. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ്മാരായ PM അനീഷ്, PI ഷാനവാസ്, UDF ആലത്തൂർ പാർലമെന്റ് കമ്മിറ്റി കൺവീനർ PM അമീർ, TK സെയ്തലി, E വേണുഗോപാല മേനോൻ, TM കൃഷ്ണൻ, PK മുരളീധരൻ, T ഗോപാലകൃഷ്ണൻ, വിനോദ് പന്തലാടി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പിച്ചാത്തി തിളക്കമാണ് രാധാകൃഷ്ണന്റെയും ഇടതുപക്ഷത്തിന്റെയും വിജയത്തിന്റെ ഉറവിടമെന്ന് NDA ആലത്തൂർ ലോക്സഭാ മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. മാരകായുധങ്ങൾ അകമ്പടി വാഹനത്തിൽ കൊണ്ടു നടന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണനാണെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ചേലക്കരയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ തിരഞ്ഞെടുപ്പോടെ ചിഹ്നം നഷ്ടപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടി വടിവാൾ പാർട്ടിയായി മാറുന്ന സ്ഥിതിയാണ്. തിരഞ്ഞെടുപ്പ് കാലയളവിൽ മാരകായുധം കൊണ്ടു നടക്കുന്നത് കേസെടുക്കാൻ വകുപ്പുള്ളതാണെന്നിരിക്കെ പോലീസ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. AKG സെന്ററിൽ നിന്ന് പറയുന്നത് അതേപടി അനുസരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. പരാജയഭീതിയിൽ അക്രമം അഴിച്ചുവിടാനുള്ള ഗൂഢശ്രമമാണ് നടക്കുന്നത്. ഈ വിഷയത്തിൽ നീതിപൂർവമായ അന്വേഷണം ആവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടെന്ന് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അവർ തന്നെ പറഞ്ഞു, മരപ്പട്ടിയേക്കാൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് യോജിക്കുക വടിവാളാണ്. ഒരു വടിവാൾ പാർട്ടിയായി മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിന് അധപ്പതിക്കുകയാണ്. ഇന്ന് കാണുന്ന ഈ മുഖ്യമന്ത്രി, ഇന്ന് കാണുന്ന മന്ത്രിമാരൊന്നും അടുത്ത കാലത്ത് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു വടിവാൾ മന്ത്രിയായി രാധാകൃഷ്ണൻ മാറുന്നു, ഒരു വടിവാൾ പാർട്ടിയായി CPM മാറുന്നു. ഇത് അപലപനീയവും മ്ലേച്ഛവുമാണെന്ന് ഞാൻ പറഞ്ഞു. ജുത്സാവഹമാണ്. ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് തയ്യാറാവണം. മന്ത്രി മറുപടി പറയണം. രാധാകൃഷ്ണൻ ഇതിന് മറുപടി പറയണം. മേഖലാ സെക്രട്ടറി സുധീഷ് മേനോത്തുപറമ്പിൽ, മണ്ഡലം പ്രസിഡന്റ് PS കണ്ണൻ, PR രാജ്കുമാർ, TC പ്രകാശൻ, K ബാലകൃഷ്ണൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കുറഞ്ഞു. പോളിംഗിലെ കുറവ് വിജയത്തെ ബാധിക്കില്ലെന്ന ആത്മവിശ്വാസത്തോടെ മുന്നണികൾ. പാലക്കാട്ടും ആലത്തൂരും കഴിഞ്ഞ തവണത്തേക്കാൾ 5-8% പോളിംഗ് കുറവ്.
ഒരിടത്ത് പോലും ജയിക്കാത്ത പത്മജയാണ് താൻ തോൽക്കുമെന്ന് പറയുന്നതെന്ന് പരിഹസിച്ച് കെ മുരളീധരൻ. തൃശൂരിൽ UDF വിജയിക്കുമെന്നും BJPയുമായി ഡീൽ നടന്നിട്ടില്ലെങ്കിൽ CPM 2ാം സ്ഥാനത്തെത്തുമെന്നും മുരളീധരൻ. തോറ്റാൽ താൻ തൃശൂരിൽ കെട്ടിക്കിടക്കില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി. ഭാരതപ്പുഴയിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പുനർനിർമ്മിക്കുന്നത് ഷൊർണൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന മേൽപ്പാലം. മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി ഉരുക്കു ഗാർഡറുകൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.